ഹായ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി തേങ്ങ വറുത്തരച്ച തിരണ്ടി മീൻ കറിയാണ്. പിന്നെ ഈ മീനിനെ തിരണ്ടി മീനെന്നും പറയും, പിന്നെ ചിലർ തിരച്ചി മീനെന്നും പറയും. അപ്പോൾ ഞാനിതിനെ നന്നായിട്ട് കഴുകി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് തേങ്ങ നമുക്ക് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങ, 3 വെളുത്തുള്ളി, പിന്നെ 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ കുരുമുളക്, പിന്നെ 3 ചെറിയ ഉള്ളി, പിന്നെ വേണ്ടത് ഓമമാണ്. ഓമം എന്ന് പറയുമ്പോഴത്തേക്ക് അയമോദകം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. അത് ഒരു 1/2 സ്പൂൺ. എന്നിട്ട് ഒരല്പം പുളി കൂടെ എടുക്കണം. എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇത് നമുക്ക് ഓരോന്നായിട്ടിട്ട് മൊത്തത്തിലൊന്ന് വറുത്തെടുക്കാം. ഇത് ചെറിയ തീയിൽ വേണം തേങ്ങ നമുക്ക് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഉള്ളി നമുക്ക് തേങ്ങയിൽ കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. വളരെ ക്ഷമയോടെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണിത്. പിന്നെ തേങ്ങ പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ തേങ്ങ കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഒന്നും കാണത്തില്ല. അപ്പോൾ ഒരുപോലെ തേങ്ങ മൂപ്പിച്ചെടുക്കണം. തേങ്ങ മൂക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. അപ്പോൾ കളറൊക്കെ നമുക്ക് മാറി വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. എരിക്കനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി നമുക്ക് കാശ്മീരി മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് പെട്ടെന്ന് തന്നെ മൂത്ത് വന്നോളും. കാരണം ചട്ടി ചൂടായിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മൂത്ത് വന്നോളും. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് തണുക്കാൻ വെച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് വേണം നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്. അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഈ പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഒരല്പസമയം ഒന്ന് തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇപ്പോൾ വെന്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അരപ്പല്ലേ, അത് നമുക്കിതിനോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഈ മീൻ വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ അതിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളയ്ക്കണം. തിള വന്നതിന് ശേഷം നമുക്ക് ഈ മീനുകൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇനിയാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സമയത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കി ഒന്ന്
മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. തവി കൊണ്ട് ഇളക്കരുത്, പൊടിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ഇറക്കി വയ്ക്കാം. ചട്ടിയിലെ ചൂടുകൊണ്ട് തന്നെ ബാക്കിയുള്ള ചാറൊക്കെ കുറുകിക്കോളും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച തിരണ്ടി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.